ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ചിട്ട് നല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ പഞ്ചസാര മെൽറ്റ് ചെയ്യാനാണ് നിൽക്കുന്നത്. അതിന് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഈ ഒരു പാത്രത്തിലാണ് പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ നല്ല രീതിയിൽ പഞ്ചസാര വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ 3 ടേബിൾ സ്പൂണ് പകരം 4-5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താലും മതി. അതിനുശേഷം ഒരു 3-4 ഡ്രോപ്പ് വെള്ളം കൂടി അതിലൊഴിച്ച് കൊടുക്കുക. കാരണം അടിയിൽ പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ പഞ്ചസാര ഓവർ നേരം മെൽറ്റായി കഴിഞ്ഞാൽ പഞ്ചസാര ഒരു കയ്പ്പ് രസമായിട്ട് മാറും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 ഡ്രോപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം ഈ ഒരു പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു കാരണവശാലും സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. കാരണം സ്പൂണിൽ പഞ്ചസാര കട്ട കെട്ടി കിടക്കാനും അതുപോലെ തന്നെ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്ക് പഞ്ചസാര കട്ട കെട്ടി കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പൂൺ ഉപയോഗിക്കാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ സ്പൂണ് വെച്ചിട്ട് ഒന്നും കൂടെ എളുപ്പത്തിൽ മെൽറ്റായി കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സ്പൂണ് വെച്ചിട്ട് ഒരു കാരണവശാലും മെൽറ്റ് ചെയ്യാതിരിക്കുക. കാരണം എൻ്റെ സ്പൂണിൻ്റെ മേലെ അതുപോലെ തന്നെ പാത്രത്തിൻ്റെ ഒരുവിധം സൈഡിലൊക്കെ പഞ്ചസാര കട്ട കെട്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പൂൺ ഉപയോഗിക്കാതെ തന്നെ സാവധാനം ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഏത് പുഡിംഗ് ട്രേയിലേക്കാണോ നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ആ ട്രേയിലേക്ക് ആ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കുക. ചൂടാറിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം പെട്ടെന്ന് തന്നെ പഞ്ചസാര കട്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതേപോലെ ഒഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ചൂടോടെ തന്നെ നമ്മൾ ആ ഒരു പാത്രം ഫുള്ളും ചുറ്റിയെടുക്കുകയാണെങ്കിൽ അടിയിലുള്ള എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കിട്ടും. ചൂടാറിയിട്ടാണ് എല്ലാ ഭാഗത്തേക്കും ചുറ്റിക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ സ്പൂൺ വെച്ചിട്ട് കഴിയുന്നതും പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം ചൂടാറുന്നതനുസരിച്ചിട്ട് ഈ പഞ്ചസാര കട്ട കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ബാക്കി പുഡിങ്ങിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു പാന് വെച്ച് അത് ലോ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് അതിന് ശേഷം അതിന് വെള്ളം ഫുള്ളും വറ്റിയതിന് ശേഷം ഞാനൊരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പുഡിങ്ങിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് ആവശ്യം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി മധുരം വേണം എന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം അതിൽ ആഡ് ചെയ്തിട്ട് പഞ്ചസാര ഒന്ന് ചൂടായി തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഹൈയിലും ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് അത് പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ വേഗം തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാലൊന്ന് കുറുകുന്ന വരെ ഇതേപോലെ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നാൽ മതി. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു അത്യാവശ്യ രീതിയിൽ പാല് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിട്ടുള്ളത്. റവ നോർമൽ റവ ആയാലും കുഴപ്പമില്ല, വറുത്ത റവ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ ആ ഒരു 3 ടേബിൾ സ്പൂൺ റവ ഇതിൽ ചേർക്കുക. എന്നിട്ട് റവ ഒന്ന് വെന്ത് വരുന്ന വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പുഡിങ്. എൻ്റെ കയ്യിൽ ആ രണ്ടും ഇല്ലാത്തതിനെ കൊണ്ടാണ് എനിക്കത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യോ ബട്ടറോ ഉണ്ടെങ്കിൽ വെറും 1/4 ടേബിൾ സ്പൂൺ മാത്രം അതിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇപ്പം ഈ ഒരു പരുവത്തിൽ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുകി എടുത്തിട്ടുണ്ട്. കാരണം നെയ്യും ബട്ടറൊന്നും ആഡ് ചെയ്യാത്തതിനെ കൊണ്ട് കഴിയുന്നതും കുറച്ച് നേരം വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുകി എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
എന്നിട്ട് ഈ ഒരു പരിവാവുന്ന വരെ ഞാൻ കുറുകി എടുത്തിട്ട് തീ ഓഫ് ചെയ്ത് അതിൻ്റെ മേലൊരു മൂടി വെച്ചിട്ട് ഞാൻ ആ പാത്രം മാറ്റി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം കഴിയുന്നതും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ പുഡിങ് ഉണ്ടാക്കാതിരിക്കുക. കാരണം മുട്ട ചിലപ്പം നല്ല രീതിയിൽ നമുക്ക് ശരിയായി കിട്ടണമെന്നില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു 20-30 മിനിറ്റ് വരെ അത് മാറ്റിയിട്ട് അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഞാൻ ഈ ഒരു കോഴിമുട്ടേൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ വെനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വെനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും അതിൽ ചേർത്തിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തത്. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് നേരം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ല സ്പീഡിൽ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. ഇപ്പം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച ആ പാലും റവൻ്റെയും മിക്സ് ഇതിൽ കുറച്ചീച്ച ആഡ് ചെയ്തിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ കട്ടൊന്നും ഇല്ലാതെ നന്നായി ഇളക്കി കൊടുക്കാം. എല്ലാം ഒറ്റയടിക്ക് ആ ഒരു കോഴിമുട്ടൻ്റെ മിക്സിയിലേക്ക് ഒഴിക്കാതെ നിൽക്കുക. കാരണം കട്ട കെട്ടി കിടന്നാൽ പിന്നെ പുഡിങ് കുക്കായി കിട്ടൂല അത്ര പെട്ടെന്ന്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ചീച്ച ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ട് സ്പൂണെ കൊണ്ട് നന്നായി കട്ട ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ആ ഒരു കോഴിമുട്ടൻ്റെ മിക്സിയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച ആ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു മിക്സറും കൂടി നന്നായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ പോകുന്നത്. അത് ഞാനൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഈ ഒരു പുഡിങ് ട്രേ നന്നായി കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും ഇറങ്ങി ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോയിൽ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലൊരു മൂടി വെച്ച് കൊടുത്താലും മതി, വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിൽ. അതിനുശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇഡ്ഡലി ചെമ്പിൽ ഞാൻ ആ പുഡിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു 30-35 മിനിറ്റ് വരെ കുക്ക് ചെയ്യാൻ ടൈം കൊടുക്കുക. അതും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഫോയിൽ പേപ്പർ മാറ്റി നോക്കിയപ്പോൾ അതിൻ്റെ നടുഭാഗം കുറച്ചും കൂടെ വേവാനുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അപ്പം ഒരു 10 മിനിറ്റും കൂടെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ ഈ ഒരു പുഡിങ് നടുഭാഗം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഇതേപോലെ ഫോയിൽ പേപ്പർ വെക്കണം എന്നൊന്നുമില്ല, സാധാരണ മൂടിയൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതേപോലെ ഒരു ടൂത്ത് പിക്കിനെ കൊണ്ട് കുത്തി നോക്കിയപ്പോൾ അതിൻ്റെ മേലെ ഫുള്ളും പറ്റി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കുത്തി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലേനു. അങ്ങനെ ഞാനൊരു 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തതിന് ശേഷം നോക്കിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പുഡിങ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു ടൂത്ത് പിക്കിനെ കൊണ്ട് കുത്തി നോക്കിയപ്പം ടൂത്ത് പിക്കിൻ്റെ മേലെ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നതിനെ കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലേനു. അതിൻ്റെ സൈഡ് ഭാഗമാണെങ്കിലും നടുഭാഗമാണെങ്കിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു 10 മിനിറ്റ് വെച്ചിട്ടും അത് കുക്കായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റും കൂടെ വെച്ചാൽ മതി. കാരണം അത് ലോ ഫ്ലെയിമിൽ അതിനെ കൊണ്ട് അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
എന്നിട്ട് ഈ ഒരു പുഡിങ് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വരെ എടുത്ത് വെക്കുക. കാരണം ഇവിടെ ഇപ്പം തീരെ നേരമില്ലാത്തതിനെ കൊണ്ട് എനിക്കൊരു 15 മിനിറ്റ് വരെ വെക്കാൻ പറ്റിയിട്ടുള്ളൂ. എത്ര നേരം വെക്കുന്നു അത്രയും നല്ല അടിപൊളി ടേസ്റ്റിലേക്ക് പിന്നെ പുഡിങ് കിട്ടുക. അങ്ങനെ ഇതേപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഈ ഒരു കത്തി വെച്ചിട്ട് ഒരുത്തി കൊടുക്കുക. എന്നാലേ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് വീണ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അങ്ങനെ ഞാൻ പ്ലേറ്റിലേക്ക് അത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. കാരണം വേറെ മുറിഞ്ഞു പോവേ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലേനു. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അത്രയും സോഫ്റ്റ് ആയിരുന്നു ആ പുഡിങ്ങിൻ്റെ ഉൾഭാഗം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിരുന്നു. വായിലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. നല്ല രീതിയിൽ വായിലിട്ട് അപ്പം തന്നെ അലിയുന്ന രീതിയിൽ, കാരണം ആ റവൻ്റെയും അതിൻ്റെ എല്ലാ ടേസ്റ്റും ഞാൻ അപ്പം തന്നെ നന്നായി കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഈ ഒരു പുഡിങ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക്